പരാജയങ്ങളെയെല്ലാം ഒരൊറ്റ വിജയം കൊണ്ട് എഴുതിത്തള്ളാനാവുന്ന മാജിക് ഉണ്ട് സിനിമകൾക്ക്. അത്തരമൊരു മാജിക്കൽ കാഴ്ചയിലേക്കാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരെ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ജിത്തു ജോസഫും മോഹൻലാലും സൃഷ്ടിച്ച മാജിക് വീണ്ടും നേരിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാനും രസിപ്പിക്കാനും നേരിന് കഴിയുന്നുണ്ട്. സിനിമയുടെ തലക്കെട്ടിനോട് അങ്ങേറ്റം നീതി പുലർത്തുന്ന ചിത്രമാണ് നേര് എന്ന് പറയാം. പകൽ പോലെ വ്യക്തമായ നേരിനെ മൂടിയ എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞുമാറ്റി സത്യത്തെ പുറത്തെടുക്കുകയാണ് ചിത്രം ചെയ്യുന്നത്. സാറ എന്ന പെൺകുട്ടിയെ അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരനാൽ റേപ്പ് ചെയ്യപ്പെടുന്നിടത്തു നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ദൃക്സാക്ഷികൾ ഒന്നുമില്ലാത്ത ആ കേസിൽ പ്രതിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ് സിനിമ പറയുന്നത്. നീതി തേടിയുള്ള യാത്രയിൽ വിജയമോഹൻ എന്ന മോഹൻലാൽ കഥാപാത്രത്തിലേക്ക് എത്തുന്നിടത്ത് നിന്ന് വിജയമോഹന്റെ കഥ കൂടി വരച്ചു കാട്ടുന്നുണ്ട് ചിത്രം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട താൻ ഈ ജോലിക്ക് ഫിറ്റല്ലെന്ന് വിശ്വസിച്ച് ഒതുങ്ങിക്കൂടി കഴിയുന്ന വിജയമോഹനിൽ നിന്നും സത്യം തെളിയിക്കാനായി സാധ്യമായ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന അഭിഭാഷകനായ മോഹൻലാൽ നടത്തുന്ന പ്രകടനം കഴിഞ്ഞുപോയ മോഹൻലാൽ സിനിമകളുടെ പ്രകടനത്തിന്റെ ക്ഷീണം മാറ്റുന്നുണ്ട് സിനിമയിൽ. കൺവിൻസിംഗ് ആയുമാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ നിർമ്മിതി. ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെ കൂടിയാണ് നേരെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ചിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരാൾ അനശ്വര രാജനാണ്. കാഴ്ച പരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥകളും കടന്നുപോകുന്ന ഇമോഷൻസും അവളിലെ പോരാട്ട വീര്യവുമൊക്കെ മനോഹരമായി തന്നെ അനശ്വര കൺവേ ചെയ്യുന്നുണ്ട്. അനശ്വരയുടെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നേരിലെ സാറ എന്ന കഥാപാത്രവും. എതിർഭാഗം വക്കീലായി എത്തുന്ന സിദ്ദിഖാണ് പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടുന്ന മറ്റൊരാൾ. പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും തോന്നുന്ന രീതിയിൽ ഒരു ക്രൂക്കഡ് വക്കീലായി അഴിഞ്ഞാടുകയാണ് സിദ്ദിഖ്. ജഗദീഷ്, ശ്രീധന്യ, പ്രിയാമണി, ശാന്തി മായാദേവി, ഗണേഷ് കുമാർ തുടങ്ങി ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയിട്ടുണ്ട്. സാറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും പ്രതി ആരെന്നുമൊക്കെ കൃത്യമായി സിനിമയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജിത്തു ജോസഫും സഹ തിരക്കഥാകൃത്ത് ശാന്തി മായാദേവിയും തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. പകൽ പോലെ തെളിച്ചമുള്ള സത്യത്തെ ക്രിമിനൽ ബുദ്ധിയുള്ള രാജശേഖരന്റെ വാദങ്ങളെയും പ്രതിയുടെ സ്വാധീനത്തെയും മറികടന്ന് വിജയമോഹൻ എങ്ങനെ കോടതിക്ക് മുന്നിൽ തെളിയിക്കും എന്നിടത്താണ് ചിത്രത്തിന്റെ എസൻസ് കിടക്കുന്നത്. സിനിമയുടെ ചിലയിടങ്ങളിലെ ഡയലോഗുകളിലും സീനുകളിലും കല്ലുകടി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തിരക്കഥയിലെ കെട്ടുറപ്പ് അതിനെയെല്ലാം തരണം ചെയ്യുന്നുണ്ട്. മോഹൻലാൽ അനശ്വര സീനുകളിൽ ഇടയ്ക്കെല്ലാം ദൃശ്യം സിനിമയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചിത്രം. വളരെ പ്രഡിക്റ്റബിളായ കഥാസന്ദർഭങ്ങളെ മേക്കിങ്ങിലൂടെ മികച്ചതാക്കാനും നേരിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിയുന്നുണ്ട്. കോർട്ട് റൂം ഡ്രാമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതാണ്. ആ ഉദ്യമത്തിൽ ജിത്തു ജോസഫ് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. റിയലിസ്റ്റിക് ആയി കോടതി മുറി പ്രൊസീജിയറുകളെ അവതരിപ്പിക്കുമ്പോഴും ചിത്രത്തിന്റെ സിനിമാറ്റിക് കാഴ്ചയ്ക്ക് വേണ്ട ചേരുവകളുടെ കാര്യത്തിൽ സംവിധായകൻ നേരിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. സിനിമയുടെ സാങ്കേതിക വശങ്ങളിലും നേരെ മികവ് പുലർത്തുന്നുണ്ട്. സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് VS വിനായകനും സംഗീതം വിഷ്ണു ശ്യാമും നിർവഹിച്ചിരിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് നേരെ നിർമ്മിച്ചിരിക്കുന്നത്. കോടതി മുറികളിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പീഡനത്തിനിരയായ സ്ത്രീകളും അവരുടെ കുടുംബവുമൊക്കെ എങ്ങനെയൊക്കെയാണ് അപമാനിക്കപ്പെടുന്നത്, സമൂഹം അവരെ എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നത് തുടങ്ങിയ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടിയാണ് ജിത്തു ജോസഫിന്റെ നേര് ക്യാമറ തിരിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണമെന്ന് കൂടി അവസാന സീനിലൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് സംവിധായകൻ സിനിമ അവസാനിപ്പിക്കുന്നത്.